ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെർബ് എന്ന് പറയുന്നത് ബാത്ത് ആണ്. എന്താണ് ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കുക എന്നാണല്ലേ. നമുക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള വെർബാണ് ബാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ബാത്തിന്റെ ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് ബാത്ത് തന്നെയാണ്, കുളിക്കുക. ഇനി അതിന്റെ സിംഗുലർ സബ്ജക്റ്റിലോട്ട് വരുമ്പോൾ ബാത്സ് എന്നാണ് നമ്മൾ പറയേണ്ടത്. കുളിക്കുക അല്ലെങ്കിൽ കുളിക്കാറുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ വെർബുകൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം, മസ്റ്റ് ആണ്. നമുക്കൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വെർബുകളൊക്കെ നമുക്ക് യൂസ്ഫുൾ ആകും. ബാത്തിന്റെ V2 രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത് ബാത്ത്ഡ് ആണ്. ബാത്ത്ഡ്, ഓക്കെ. കുളിച്ചു, ഐ ബാത്ത്ഡ് അല്ലേ. ഞാൻ കുളിച്ചു, ഐ ബാത്ത്ഡ്. അപ്പൊ ഞാൻ കുളിച്ചു, ഐ ബാത്ത്ഡ്. ഓക്കെ. ബാത്തിന്റെ V3 എന്ന് പറയുന്നത് ബാത്ത്ഡ് തന്നെയാണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാവിന്റെയും ഹാസിന്റെയും കൂടെയാണ് അല്ലെ. അപ്പം ഹാവ് ബാത്ത്ഡ്, ഹാസ് ബാത്ത്ഡ്. ഞാൻ കുളിച്ചിട്ടുണ്ട്, ഐ ഹാവ് ബാത്ത്ഡ്. ഐ ഹാവ് ബാത്ത്ഡ്, ഞാൻ കുളിച്ചിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ കുളിച്ചിട്ടുണ്ട്. ഐ ഹാവ് ജസ്റ്റ് ബാത്ത്ഡ്, ഐ ഹാവ് ജസ്റ്റ് ബാത്ത്ഡ്, ഞാൻ ഇപ്പോൾ കുളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാവും ഹാസും യൂസ് ചെയ്യുന്നത്. അവൾ ഇപ്പോൾ കുളിച്ചിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഷി ഹാസ് ജസ്റ്റ് ബാത്ത്ഡ്, ഷി ഹാസ് ജസ്റ്റ് ബാത്ത്ഡ്, അവൾ ഇപ്പോൾ കുളിച്ചിട്ടുണ്ട്. ഹാസ് ബാത്ത്ഡ്, ഹാവ് ബാത്ത്ഡ്. ഓക്കെ. ഇനി നമ്മൾ ING ഫോമിലോട്ട് വരികയാണെങ്കിൽ ഈസ് ബാത്തിങ്, ആർ ബാത്തിങ്, ആം ബാത്തിങ്. കുളിക്കുകയാണ്, ഞാൻ കുളിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഡോർ ആരെങ്കിലും മുട്ടുകയാണ്, അപ്പൊ നമ്മൾ പറയാണ് ഞാൻ കുളിക്കുകയാണ്. ആം ബാത്തിങ്, ആം ബാത്തിങ് അല്ലേ, ഞാൻ കുളിക്കുകയാണ്. എങ്ങനെ പറയാൻ വേണ്ടി ഷി ഈസ് ബാത്തിങ്, ദേ ആർ ബാത്തിങ്. ഓക്കെ. ഇനി വാസും വേറും ആണെങ്കിൽ വാസ് ബാത്തിങ്, വർ ബാത്തിങ്. കുളിക്കുകയായിരുന്നു, നീ വിളിച്ചപ്പോൾ ഞാൻ കുളിക്കുകയായിരുന്നു. ഐ വാസ് ബാത്തിങ് വെൻ യു കോൾഡ്. ഓക്കെ. ഇതുപോലെയാണ് നമ്മൾ ബാത്ത് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ്? ബാത്ത് എന്ന വെർബിന്റെ എല്ലാ ഫോംസും ആണ് നമ്മൾ ഇന്ന് പഠിച്ചത് അല്ലെ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മസ്റ്റ് ആയിട്ട് നമ്മൾ വെർബുകൾ പഠിച്ചിരിക്കണം. പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് ചോദിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.